സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ സർക്കാർ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും കൂടുമെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. സർക്കാർ മേഖലയിലുള്ള 9221 പേർ അനധികൃത പെൻഷൻ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ CAG കണ്ടെത്തിയിരിക്കുന്നത്. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെയുള്ള 9221 പേർ 2017 മുതൽ 2020 വരെ 39-ലധികം കോടി രൂപ തട്ടിപ്പിലൂടെ ഇവർ കൈക്കലാക്കിയെന്നാണ് ഇപ്പോൾ CAGയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 24 ബിഗ് ബ്രേക്കിംഗ്. ഉമേഷ് ബാലകൃഷ്ണൻ ഈ വാർത്ത ബ്രേക്ക് ചെയ്യാൻ നമുക്കൊപ്പം ചേരുകയാണ്. ഉമേഷ്, വലിയൊരു വാർത്തയാണല്ലോ. ഇത്തരം ഒരു തട്ടിപ്പ് കേരളത്തിൽ നടക്കുന്നൊന്നും ആൾക്കാർ പ്രതീക്ഷിക്കില്ല. CAGയുടെ റിപ്പോർട്ടിലാണോ ഈ വിവരം കാണിച്ചിരിക്കുന്നത്? ഗുഡ് ഈവനിങ് SKN. എന്തായാലും ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം 1458 സർക്കാർ ജീവനക്കാർ, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കമുള്ളവർ ഈ 1600 രൂപ എന്ന ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്ത ഞെട്ടലോടെ തന്നെയാണ് കേരളം ശ്രമിച്ചത്. എന്തായാലും ആ സംഖ്യ 1458 അത് ഒതുങ്ങില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം. പുതിയ വിവരം ഇപ്രകാരമാണ്. അതായത് CAG 2023 സെപ്റ്റംബർ മാസം സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 9201 പേർ, അത് സർക്കാർ മേഖലയിലുള്ളവർ, സർക്കാർ ജീവനക്കാർ, പെൻഷനായി സർക്കാർ പെൻഷൻ കൈപ്പറ്റുന്നവർ, ഒപ്പം താൽക്കാലിക ജീവനക്കാർ എന്നിവർ ഉൾപ്പെടെ 9201 പേർ ഇപ്പോഴും ക്ഷേമ പെൻഷൻ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയവർക്കെതിരെ CAG റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചതിനൊപ്പം ഇവർ മറ്റൊരു കണക്ക് കൂടി സമർപ്പിച്ചു. അതാണ് ഏറ്റവും സുപ്രധാനം. 2017 മുതൽ 20 വരെയുള്ള കണക്ക് മാത്രം പരിശോധിച്ചപ്പോൾ 39,27,00,000 പേരാണ് ഈ സർക്കാർ മേഖലയിലുള്ളവർ അനധികൃതമായി കൈപ്പറ്റിയ ഈ ക്ഷേമ പെൻഷനിലൂടെ സർക്കാരിന് നഷ്ടമായിരിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ വ്യക്തികളുടെയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും കൈകളിലെത്തേണ്ട 39,27,00,000 രൂപ സർക്കാർ ജീവനക്കാർ, പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ഇനി 2020 ശേഷം ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ആ കണക്ക് കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ കണക്ക് ഇനിയും ഉയരും. അതുകൂടാതെ 2000 മുതൽ ഉള്ള കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വലിയ കണക്കായിരിക്കും. വലിയ കോടികൾക്ക് പുറത്ത്, 100 കോടിക്കെല്ലാം പുറത്ത് ഒരുപക്ഷെ ഈ കണക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ സർക്കാർ സർവീസിലുള്ള ജീവനക്കാരെ മാത്രമാണ് ധനവകുപ്പ് പിടിച്ചിട്ടുള്ളത്. പക്ഷേ പെൻഷൻകാരിലെ ഒരു വലിയ വിഭാഗം ഈ സമാനമായ രീതിയിൽ സർക്കാരിനെ പറ്റിച്ച് ക്ഷേമ പെൻഷൻ കൂടി 1600 രൂപ എന്ന ക്ഷേമ പെൻഷൻ കൂടി കൈപ്പറ്റുന്നുണ്ട്. അവർക്കെതിരെയുള്ള നടപടികൾ ഉടൻ ആരംഭിക്കും. അവർക്ക് അവരുടെ തുക തിരികെ പിടിക്കുകയും ചെയ്യും. പക്ഷേ ഇതിൽ മറ്റൊരു വസ്തുത, 2023 സെപ്റ്റംബറിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായി പറയുന്നുണ്ട് ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ വാങ്ങിയവരെ തിരികെ പിടിക്കണമെന്ന്. പക്ഷേ അതിനുവേണ്ടിയുള്ള നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. SKN. ഓക്കെ, താങ്ക് യു. ഉമേഷ് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്ന്. വലിയൊരു തട്ടിപ്പാണ്. ഇനിയും ആളുകളുണ്ടോ എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്വേഷിക്കുന്നുണ്ട്. CAGയുടെ റിപ്പോർട്ടിലാണ് ഈ 9000-ലധികം ആളുകൾ ഇത്രയധികം രൂപ കഴിഞ്ഞ കുറച്ചധികം കൊല്ലങ്ങളായി തട്ടിച്ചെടുത്തു എന്ന് മനസ്സിലാകുന്നത്. മൂലംകുഴിയിലെ സഹദേവൻ മൂസ, CAD മൂസ, നല്ലൊരു പേരിന് പകരം മൂലംകുഴിയിൽ സഹദേവൻ എന്നിട്ട് ഒരു യൂട്യൂബിൽ സന്ദേശം അയച്ചിരിക്കുകയാണ്. SKN, കുറുവാ സംഘം കാസർഗോഡ് എത്തി എന്നൊക്കെ ചില വാർത്തകൾ വരുന്നു. അതൊക്കെ ചിലപ്പം ആൾക്കാർ വെറുതെ ഈ കിംവദന്തികൾ പ്രചരിപ്പിക്കാൻ കിംവദന്തി ആയിരിക്കും അത്. അതേസമയം ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള സംസ്ഥാനത്തു നിന്നൊക്കെ ഉത്തരേന്ത്യയിൽ നിന്ന് പോലും വലിയ സംസ്ഥാനങ്ങളൊക്കെ വന്ന ആളുകൾ തിരുവനന്തപുരത്ത് വന്ന് മോഷണം നടത്തി ഞെട്ടിച്ച് കളഞ്ഞ സംഭവമുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ കയറി വൈഫിനെയൊക്കെ കെട്ടിയിട്ട് മോഷണം നടത്തി പോയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കരുതിയിരിക്കണം, ജാഗ്രത പാലിക്കണം. ഈ കുറുവാ സംഘത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാൻ ഇതിനകത്തൊരു വല്ലം ഗ്യാങ് ഉണ്ട്. ഈ വേറൊരു തിരുട്ട് ഗ്രാമത്തിലെ വല്ലം ഗ്യാങ്ങിൻ്റെ കഥയുമായിട്ടാണ് ഇന്ന് 24 കാര്യം പുറത്തുവിടുന്നത് രാത്രി 9:30 മണിക്ക് ഈ പരിപാടിയിൽ തന്നെ.